രാജ്യം സ്വതന്ത്രമാകുമെന്ന് കണ്ടപ്പോൾ ഇന്ത്യ വിഭജിക്കപ്പെടണമെന്നൊരു ആശയം മുന്നോട്ട് വെച്ചു. ആ ആശയം മുന്നോട്ട് വെച്ചതിൽ മുസ്ലിമീങ്ങൾക്കൊരു പങ്കുമില്ല. ആശയം മുന്നോട്ട് വെച്ച് സത്യത്തിൽ ബ്രിട്ടീഷുകാരായിരുന്നു. ബ്രിട്ടീഷുകാര് രഹസ്യമായും പരസ്യമായും ഇന്ത്യ വിഭജനത്തെ പിന്തുണച്ചു. ശ്രീലങ്ക മുതൽ അഫ്ഗാനിസ്ഥാൻ വരെ നീണ്ടുകിടന്ന അഖണ്ഡ ഭാരതത്തെ ഭിന്നിപ്പിച്ചത് അവരാണ് ഇതിനെ വിഭജിച്ചത്. ഇന്ത്യയെന്നും പാകിസ്ഥാനായും ഇങ്ങ് വെട്ടിമുറിച്ചതിന്റെ പിന്നിലും ബ്രിട്ടീഷുകാരുടെ കറുത്ത കരങ്ങളായിരുന്നു. കാരണം അവർക്കറിയാം, രാജ്യം സ്വാതന്ത്ര്യം നേടിക്കഴിഞ്ഞാൽ ഈ രാജ്യത്തെ ജനങ്ങൾ തമ്മിലടിക്കണം. അവർ ഉദ്ദേശിച്ചത് നടന്നു. ഈ രാജ്യം സ്വതന്ത്രമാകുമ്പോൾ കുറെ ആളുകൾ സന്തോഷിച്ചു. പക്ഷേ കുറെ ആളുകൾക്ക് കണ്ണീനീരായിരുന്നു. കുറെ ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. കുറെ ആളുകൾ പലായനം ചെയ്യേണ്ടി വന്നു. ദുരന്തത്തിന്റെ കഥകൾ സ്വാതന്ത്ര്യ ദിനത്തിൽ നമുക്ക് കാണേണ്ടി വന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. ഈ വിഭജനത്തിന്റെ പിന്നിൽ ഒരിക്കലും മുസ്ലിമീങ്ങൾക്ക് പങ്കുണ്ടായിരുന്നില്ല. ഈ രാജ്യം വിഭജിക്കപ്പെടണമെന്ന് ആഗ്രഹിച്ചവരാണ് മുസ്ലിമീങ്ങൾ. ദേവബന്ദി ഉലമാക്കൾ ശക്തമായി വിഭജനത്തെ എതിർത്തവരാണ്. അന്നത്തെ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമായിരുന്ന, അന്നത്തെ ജമിയത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറിയുമായിരുന്ന ഒരു മഹാപണ്ഡിതനുണ്ടായിരുന്നു. അദ്ദേഹം കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. ജമിയത്തുൽ ഉലമാ ഹിന്ദിന്റെ സംസ്ഥാന അഖിലേന്ത്യാ സെക്രട്ടറി കൂടിയായിരുന്നു. ആ മനുഷ്യൻ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി യോഗത്തിൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, രാജ്യത്തിന്റെ വിഭജനത്തിന് കോൺഗ്രസ് പിന്തുണ കൊടുക്കരുത്. രാജ്യം വിഭജിക്കപ്പെടരുത്. ഈ രാജ്യം വിഭജിക്കപ്പെടുന്നത് ഓരോ ഭാരതീയന്റെയും കാലിൽ മഴ കൊണ്ട് വെട്ടുന്നതിന് തുല്യമായിരിക്കും. വിഭജനം ഒരിക്കലും ആർക്കും ഗുണം ചെയ്യില്ല എന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. പക്ഷേ ആദ്യം വിഭജനത്തിനെതിരെ നിന്ന അന്നത്തെ കോൺഗ്രസ് കമ്മിറ്റി പോലും, ഹൈക്കമാൻഡ് പോലും അവസാന ഘട്ടത്തിൽ ഇതിനനുകൂലമായി. ഒരാൾ മാത്രമാണ് മൗലാനയെ പിന്തുണയ്ക്കാൻ തയ്യാറായത്. ആ വിഭജനം നമുക്ക് നൽകിയത് ദുഃഖങ്ങളാണ്. പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം പിറന്നു. അന്ന് ഉലമാക്കൾ പറഞ്ഞൊരു കാര്യമുണ്ട്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, ജുഇലത്തിൽ അർളു കുല്ലുഹാ മസ്ജിദൻ വതഹൂറാ. ഭൂമി മുഴുവനും ശുദ്ധമായ നാടാണെന്ന്, ഭൂമി മുഴുവനും ശുദ്ധമായ മണ്ണാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പാകിസ്ഥാൻ ശുദ്ധമായ സ്ഥലം എന്ന പേരിൽ ഒരു നാട് നമുക്ക് ആവശ്യമില്ല. ഭൂമി മുഴുവനും ശുദ്ധമായ നാടാണ്, എല്ലാ സ്ഥലങ്ങളും പുണ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഭജനത്തെ എതിർത്ത ദാറുൽ ഉലൂമിലെ ദേവബന്ദിലെ പണ്ഡിതന്മാർക്ക് ആ പണ്ഡിതന്മാരുടെ വാക്കുകൾ കേൾക്കാൻ തയ്യാറാകാതെ വന്നപ്പോഴാണ് വിഭജനം യാഥാർത്ഥ്യമായി മാറിയത്. അതിന്റെ ദുരന്ത ഫലങ്ങൾ അനുഭവിച്ചു. അന്ന് ബ്രിട്ടീഷുകാർ പയറ്റിയ ഒരു പ്രധാനപ്പെട്ട തന്ത്രമെന്ന് പറയുന്നത് ഹിന്ദുക്കളെയും മുസ്ലിമുകളെയും ഭിന്നിപ്പിക്കുക എന്നുള്ളതാണ്. രണ്ടുപേരെയും ഭിന്നിപ്പിക്കുക. അതിനുവേണ്ടി മതപരമായ വിഷയങ്ങൾ അവരെടുത്തിട്ടു. മതപരമായ വിഷയങ്ങൾ കൊണ്ടുവന്നു. ശുദ്ധി പ്രസ്ഥാനം പോലെയുള്ള തീവ്രമായ പ്രസ്ഥാനങ്ങളെ അതിന്റെ ആയുധങ്ങളാക്കി മാറ്റി. ഹിന്ദുവിനെയും മുസ്ലിമിനെയും ശത്രുക്കളാക്കാൻ വേണ്ടി ശ്രമിച്ചു. അവിടെയാണ് ദേവബന്ദി ഉലമാക്കൾ, ഇന്ത്യയിലെ പണ്ഡിതന്മാർ എഴുന്നേറ്റുന്നുകൊണ്ട് പറഞ്ഞത്, നമ്മൾ ഭിന്നിക്കേണ്ടവരല്ല.